ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ സ്കേർട്സ് ആണ്. തയ്യൽ അധികം അറിയാത്തവർക്കും തുടക്കക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് പാവാട. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് റാപ്പ് അറൗണ്ട് സ്കേർട്ടാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന തുണി. അതിനാവശ്യമുള്ള ലൈനിങ് കൂടെ വേണം. ഇത് ഞാൻ ഒരൊറ്റ തുണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്ര നീളത്തിലില്ലെങ്കിൽ 2 പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊരൊറ്റ പീസാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാനിവിടെ ചെറിയൊരു പീസ് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് പറയാം. അതായത് ഈ പാവാടയുടെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് 15 ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മെഷർമെൻറ്റ് എടുക്കാം. പിന്നെ ഞാനിതിൻ്റെ ഈ നീളം എടുത്തിരിക്കുന്നത് ഒരു 32 എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ അരവണ്ണം എത്രയാണെന്ന് കണക്കാക്കുക. എനിക്ക് വേണ്ടത് 21 ഇഞ്ചാണ്. 21 ഇഞ്ചിൻ്റെ പകുതിയും കൂടെ ചേർക്കുക, പിന്നെ സീം അലവൻസും കൂടെ ചേർക്കുക. അങ്ങനെയാണ് എനിക്ക് 32 കിട്ടിയത്. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. അങ്ങനെയാണ് ഈ നീളം എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അതേ നീളത്തിൽ നമ്മൾ ലൈനിങ് കൂടെ കട്ട് ചെയ്യുക. ഈ ലൈനിങ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം. ഞാൻ ഇതിൻ്റെ നീളം മാത്രമാണ് ഫുള്ളായിട്ട് എടുത്തേക്കുന്നത്. ഇത്രയും നീളം. ആദ്യം ചെയ്യേണ്ടത് ഈ ലൈനിങ് നല്ല ഭാഗത്ത് വെച്ചതിന് ശേഷം ഈ ഭാഗം അതുപോലെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിത് പതുക്കെ മറിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് മടക്കി തയ്ക്കുക. താഴെയും ഒന്ന് മടക്കി തയ്ക്കുക. ഒന്നുകൂടെ ഇത് അരഭാഗമാണ്. ഒരു ഭാഗത്ത് കുറച്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ. അതുപോലെ തന്നെ ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനിത് അരഭാഗം ഒന്ന് മടക്കി തയ്ച്ചു. ഇവിടെ എല്ലാം ഫിനിഷ് ചെയ്തു. താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ബട്ടൺ പിടിപ്പിക്കാം ഇതുപോലത്തെ, അല്ലെങ്കിൽ ഹുക്ക് എന്തെങ്കിലും പിടിപ്പിച്ചാലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ പിടിപ്പിക്കാൻ പോകുന്നത് ബട്ടണാണ്. അത് എവിടെയാണ് പിടിപ്പിക്കേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ അരവണ്ണം എത്രയാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 21 വേണ്ടത്. അപ്പോൾ ആ 21 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഇവിടെയാണ് വരുന്നത്. ബട്ടണാണ് പിടിപ്പിക്കേണ്ടതെങ്കിൽ അപ്പോൾ ആദ്യത്തെ ബട്ടൺ നമ്മൾ വെക്കേണ്ടത് ഉള്ളിലാണ്. ഉള്ളിൽ വെക്കുക. അതിൻ്റെ ബട്ടൺ ഹോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ അടയാളപ്പെടുത്തിയിട്ടല്ലോ, അവിടെയാണ് ഈ ബട്ടൺ ഹോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ അടുത്ത ബട്ടൺ ബാക്കി ഇവിടെ, അതും ഉള്ളിലാണ് വെക്കേണ്ടത്. ബട്ടൺ ആണെങ്കിൽ ഉള്ളിൽ വെക്കുക, ബട്ടൺ ഹോൾ പുറത്ത് ചെയ്യുക. അതല്ല നിങ്ങൾ ഹുക്ക് പിടിപ്പിക്കണതാണ് വെച്ചാൽ ഉള്ളിൽ തന്നെ ഹുക്ക് പിടിപ്പിച്ചാൽ മതി. രണ്ടിൻ്റെ ഉള്ളിൽ ഹുക്ക് പിടിപ്പിക്കുക. പിന്നെ ബട്ടൺ വേണമെങ്കിൽ പുറത്ത് വെറുതെ വെച്ചാലും മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബട്ടൺ പിടിപ്പിക്കേണ്ടത്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു റഫിൾ സ്കേർട്ടാണ്. അതിന് ഇതുപോലെ 2 പീസ് ആവശ്യമുണ്ട്. ഇത് അരപ്പട്ട, അതായത് എലാസ്റ്റിക് വെക്കുന്ന ഭാഗം, ഇത് റഫിൾ ഭാഗമാണ്. പിന്നെ വേണ്ടത് കുറച്ച് ലൈനിങ് ആണ്. ഈ റഫിളിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് വേണ്ടത്. പിന്നെ എലാസ്റ്റിക്കും ആവശ്യമുണ്ട്. ഇത്രയാണ് റഫിൾ സ്കേർട്ടിന് വേണ്ടത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഭാഗം ഞാൻ അരയിലത്തെ അരപ്പട്ട, അതായത് എലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗം 4.5 എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇത് 15 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് അനുസരിച്ച് 2 ഭാഗം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈനിങ് റഫിളിൻ്റെ അവിടെ മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് അതേ മെഷർമെൻറ്റിൽ എടുക്കുക. പിന്നെ ഇതിൻ്റെ നീളം, അതായത് ഈ നീളം ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ നീളം എന്ന് പറഞ്ഞാൽ ഈ അരവണ്ണത്തിൻ്റെ ഡബിളാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ എലാസ്റ്റിക് എന്ന് വെക്കുന്ന കാരണം കൊണ്ട് എനിക്ക് വേണ്ടത് 21, പക്ഷേ ഞാനിവിടെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യണ കാരണം കൊണ്ട് ഒരു 26 എടുത്തിട്ടുണ്ട് ഈ
നീളം 26 കാരണം ഒരു ഈസിനെസ് കിട്ടണം. എലാസ്റ്റിക് വയ്ക്കുമ്പോൾ കുറച്ച് കൂട്ടിയെടുക്കുക എന്തായാലും. അപ്പോൾ അത് 26. അപ്പോൾ ഈ 26ൻ്റെ ഡബിൾ ആയിട്ടാണ് ഞാനിവിടെ താഴെയുള്ള ഈ റഫിൾ പിടിപ്പിക്കാനുള്ള ഭാഗം മെഷർ ചെയ്തെടുത്ത് 52 ഇഞ്ചിലും കൂടുതലുണ്ട്. ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ ഒരു 3 ഇരട്ടി എടുക്കുക. പക്ഷെ കുറഞ്ഞു പോകരുത്, കാരണം റഫിൾസ് വയ്ക്കുമ്പോൾ എപ്പോഴും കൂടുതൽ തുണിയുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളിത് ഇതിൻ്റെ ഇരട്ടി എന്തായാലും എടുക്കുക. ആദ്യം തന്നെ നമ്മൾ റഫിൾസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ തുണിയുടെ അറ്റത്തുനിന്ന് മോൾ ഭാഗത്തായിട്ട് അതേപോലെ 1 ഇഞ്ച് ഇവിടുന്ന് ഒരു സ്റ്റിച്ച് ത്രൂ ഔട്ട് കൊടുക്കുക. ഇതുവരെ ഈ അറ്റം വരെ കൊടുക്കുക. അതിനുശേഷം ഒരു നൂല് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ഒരു സ്റ്റിച്ച് മുകളിൽ കൊടുക്കാം. ഈ റഫിൾസ് ഈ അരവണ്ണത്തിൻ്റെ അതേ മെഷർമെൻറ്റിൽ ആക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ മെയിൻ തുണിയുടെയും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും നമുക്ക് അത് ചെയ്യാം. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ലൈനിങ്ങിൻ്റെ കൂടെ ഇത് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ അരപ്പട്ടയും ഇതിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് അത് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് 2 സൈഡും കൂട്ടി യോജിപ്പിക്കാം. അത് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വിടുക, ഈ എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എലാസ്റ്റിക് ഇതിനകത്ത് കയറ്റുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, നല്ല എളുപ്പമാണ്. സ്റ്റിച്ചിങ് ഒന്നും അധികം അറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അധികം തുണി ആവശ്യമില്ല, അധികം മെഷർമെൻ്റ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഒരു നല്ല വീഡിയോയിലും കാണാം. അതുവരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.